Good morning for everyone. Political science in the class ആണ് നമ്മൾ ആരംഭിക്കുന്നത്. സെക്കൻഡ് BA ഹിസ്റ്ററി, സെക്കൻഡ് BA ഇംഗ്ലീഷ്, സെക്കൻഡ് BA സോഷ്യോളജി ഈ സബ്ജക്റ്റുകാർക്കുള്ള പൊതുവായിട്ടുള്ള സബ്സിഡിയറി പേപ്പറാണ് പൊളിറ്റിക്കൽ സയൻസ്. ആദ്യമായി ഇതിൻ്റെ എക്സാമിനേഷൻ്റെ മോഡൽ ഞാനൊന്ന് പറയാം. ഏതൊക്കെ ചോദ്യങ്ങളാണ്, എന്തൊക്കെ ഏത് മോഡലാണ് ഞാൻ പരീക്ഷ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നാണ് ആദ്യം ഞാൻ പറയാൻ പറ്റും. പൊളിറ്റിക്കൽ സയൻസിന് 3 പാർട്ടായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്നാമത്തെ പാർട്ട് ലോങ് എസ്. ഫസ്റ്റ് പാർട്ട് ലോങ് എസ്. ലോങ് എസ്സേയിൽ ഇങ്ങനത്തെ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഒരു ചോദ്യത്തിന് 15 മാർക്കാണ്. അപ്പോൾ 15 മാർക്ക് വീതമുള്ള 2 ചോദ്യങ്ങൾ കാണുന്നത് ഉത്തരം എഴുതേണ്ടത്. 4 ക്വസ്റ്റ്യൻസിൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ആൻസർ നോട്ട് എക്സീഡിങ് 450 വേർഡ്സ് എന്നാണ് ചോദ്യം. 450 വേർഡ്സിൽ കഴിയാൻ പാടില്ല. ഏകദേശം ഒരു 4 പേജോളം എഴുതേണ്ടി വരും. 4 ചോദ്യങ്ങളുണ്ടാകും. അതിൽ 2 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഒരു ചോദ്യത്തിന് 15 മാർക്ക്, 2 ചോദ്യങ്ങൾക്ക് 30 മാർക്ക്. അങ്ങനെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പാർട്ട്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേസ് ആണ്. ഷോർട്ട് എസ്സേസ് 150 വേർഡ്സിൽ കവിയാതെ ഉത്തരവില്ല. ആൻസർ നോട്ട് എക്സീഡിങ് 150 വേർഡ്സ് ഈച്ച്. ഓരോന്നിനും 150 വാക്കുകളിൽ കവിയാതെ ഉത്തരം എഴുതുക. ഏകദേശം 1.5 പേജോളം എഴുതേണ്ട ചോദ്യങ്ങളാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് 12 ചോദ്യങ്ങളുണ്ടാകും. 12ൽ 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 12 ചോദ്യങ്ങളിൽ 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ്. അങ്ങനെ 8 ചോദ്യങ്ങൾക്ക് 40 മാർക്ക്. 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതുകൊണ്ട് ഓരോ ചോദ്യത്തിന് 5 മാർക്ക്. അങ്ങനെ 40 മാർക്കിനും ഷോർട്ട് എസ്സേസാണ് ചോദ്യം. മൂന്നാമത്തെ തേർഡ് പാർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസാണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് 14 ചോദ്യങ്ങളിൽ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ആൻസർ ഇനി 10 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഒരു ചോദ്യത്തിന് 3 മാർക്ക്. അങ്ങനെ 10 ചോദ്യങ്ങൾക്ക് 30 മാർക്കാണ്. അപ്പോൾ 30 മാർക്കിന് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, 30 മാർക്കിന് ലോങ് എസ്സേസ്, 40 മാർക്കിന് ഷോർട്ട് എസ്സേ. ഇങ്ങനെ 100 മാർക്കിനുള്ള ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇതാണ് എൻ്റെ പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വിഷയം പൊളിറ്റിക്കൽ സയൻസാണ്. എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? രാഷ്ട്രതന്ത്രം എന്നാൽ എന്താണ്? എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ? എന്താണ് ഇതിൻ്റെ സ്കോപ്പ്? എന്താണ് ഇതിൻ്റെ മീനിങ്? ഇതിനെക്കുറിച്ചൊക്കെ ആദ്യമായി പഠിക്കേണ്ടത്. വാട്ട് ഈസ് ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. What is the meaning of political science? What is the meaning of political science? Political science in the meaning എന്താണ്? What is the meaning of political science? എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞത്? പൊളിറ്റിക്കൽ സയൻസ്
is the study of state. Political science is the study of state. സ്റ്റേറ്റിനെ കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട് ലോകത്തിൽ. 100-200ഓളത്തിലെ രാഷ്ട്രങ്ങളാണ് ലോകത്തുള്ളത്. ഈ രാഷ്ട്രത്തെ കുറിക്കുന്ന പൊതുവായ പഠനത്തെയാണ് രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത്. ഇതിനെ പൊളിറ്റിക്സ് എന്നും പൊളിറ്റിക്കൽ സയൻസ് എന്നും പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് പൊളിറ്റിക്സ് ആർ പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആള് ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ദ ഗ്രേറ്റ് ഗ്രീക്ക് പൊളിറ്റിക്കൽ ഫിലോസഫർ, മഹാനായ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലാണ് പൊളിറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയമായ ഒരു ഗ്രന്ഥത്തിൻ്റെ ടൈറ്റിലായിട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നത്. അല്ലേ, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ദ ടൈറ്റിൽ ഓഫ് ഹിസ് ഇപ്പോക്ക് മേക്കിംഗ് ട്രീറ്റീസ്. അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയമായ ഒരു ഗ്രന്ഥത്തിൻ്റെ തലക്കെട്ടായിരുന്നു പൊളിറ്റിക്സ് എന്ന്. അദ്ദേഹം വലിയ മഹത്തായ ഒരു ഗ്രന്ഥമാണ്. അത് ഡീൽ ചെയ്യുന്നത് സ്റ്റേറ്റിനെയും ഗവൺമെൻറ്റിനെയും ഡീൽ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇറ്റ് ഡീൽസ് വിത്ത് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. സ്റ്റേറ്റിനെയും ഗവൺമെൻറ്റിനെയും ഡീൽ ചെയ്യുന്ന പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം അരിസ്റ്റോട്ടിലിൻ്റെ മഹത്തായ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ആദ്യമായി പൊളിറ്റിക്സ് എന്ന പദം ഉപയോഗിച്ചത് മഹാനായ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ പൊളിറ്റിക്സ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തത് പോളിസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിലാണ്. വേർഡ് പൊളിറ്റിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പോളിസ്. The word polis means city state. നഗരരാഷ്ട്രം എന്നർത്ഥം വരുന്ന പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തത്. The word politics is derived from the Greek word polis, which means city state. നഗരരാഷ്ട്രമാണ്. അപ്പോൾ ഈ നഗരരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളായിരുന്നു. ഗ്രീസിലെ ഒരു തത്വചിന്തകനായിരുന്ന അരിസ്റ്റോട്ടിൽ ഗ്രീക്ക് പദമായ പോളിസിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തത്. സിറ്റി സ്റ്റേറ്റ്, പോളിസ് എന്ന പദത്തിൻ്റെ അർത്ഥം നഗരരാഷ്ട്രം എന്നാണ്. ഗ്രീക്കിൽ ധാരാളം നഗരരാഷ്ട്രങ്ങളായിരുന്നു. ലാർജ് നമ്പർ ഓഫ് സിറ്റി സ്റ്റേറ്റ്സ് വെർ ദേർ ഇൻ ഗ്രീസ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് ദ സ്റ്റഡി ഓഫ് സിറ്റി സ്റ്റേറ്റ്. നഗരരാഷ്ട്രത്തെ കുറിക്കുന്ന പഠനമായിരുന്നു അന്ന് രാഷ്ട്രം. പക്ഷെ ഇന്ന് സ്റ്റേറ്റിനെ കുറിക്കുന്ന പഠനമാണ്. സ്റ്റേറ്റാണ് രാഷ്ട്രതന്ത്രത്തിൻ്റെ പ്രധാന പഠന വിഷയം. അന്ന് ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ നഗരരാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്നാണ് പറഞ്ഞതെങ്കിലും ഇന്ന് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രം. ഇനി അരിസ്റ്റോട്ടിൽ പറഞ്ഞു, മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഹീ ഹു ഹാസ് നോ നീഡ് ഓഫ് എ സൊസൈറ്റി ഈസ് ഈദർ എ ബീസ്റ്റ് ഓർ എ ഗോഡ്. അദ്ദേഹം പറഞ്ഞതാണ് ഹീ ഹു ഹാസ് നോ need of a society he who has no need of a society is either a beast or a god. സമൂഹം ആവശ്യമില്ലാത്തതാരും അയാൾ ഒന്നുകിൽ ദൈവമായിരിക്കാം അല്ലെങ്കിൽ മൃഗമായിരിക്കാം. He who has no need of a society will either be a beast or a god. സമൂഹം ആവശ്യമില്ലാത്തവൻ ഒന്നുകിൽ ദൈവമായിരിക്കാം അല്ലെങ്കിൽ മൃഗമായിരിക്കാം. സമൂഹം ആവശ്യമില്ലാത്തവൻ ദൈവമായിരിക്കാം എന്ന് പറഞ്ഞാൽ
ദൈവത്തിന് സമൂഹം ആവശ്യമില്ല, മൃഗത്തിനും സമൂഹം ആവശ്യമില്ല. എന്താണ് സമൂഹം? സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റി എന്താണ്? സൊസൈറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗദർ ആൻഡ് കോപ്പറേറ്റിംഗ് വിത്ത് വൺ അനദർ. പരസ്പരം സഹകരിച്ച് ഒരുമിച്ച് കഴിയുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. പീപ്പിൾ ലിവിങ് ടുഗദർ ആൻഡ് കോപ്പറേറ്റിംഗ് വിത്ത് വൺ അനദർ. അതിന് സമൂഹത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു പദമാണ് പീപ്പിൾ ലിവിങ് ടുഗദർ ആൻഡ് കോഓപ്പറേറ്റിംഗ് വിത്ത് വൺ അനദർ. പരസ്പരം സഹകരിച്ച് ഒരുമിച്ച് കഴിയുന്ന ഒരു കൂട്ടം ആളുകളെയാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ സമൂഹം ആവശ്യമില്ലാത്തവൻ ഒന്നുകിൽ ദൈവമായിരിക്കും അല്ലെങ്കിൽ മൃഗമായിരിക്കും. ഇതാണ് ഐശ്വര്യം. സമൂഹം എന്ന് പറഞ്ഞാൽ പരസ്പരം ആശ്രയിച്ച് കഴിയുന്നവനാണ്. പരസ്പരം ആശ്രയിച്ച് കഴിയുന്നവനാണ്, സഹകരിച്ച് കഴിയുന്നവനാണ്. അപ്പൊ മനുഷ്യൻ സഹകരിച്ച് കഴിയുന്നവൻ, മൃഗങ്ങളാണെങ്കിലും സഹകരിച്ച് കഴിയുന്നവനാണ് അല്ലേ? സഹകരണ ജീവിയല്ല. അതുപോലെ ദൈവം സഹകരണ ജീവി. അപ്പൊ മനുഷ്യൻ സഹകരണ ജീവിയാണ്. സമൂഹം ആവശ്യമില്ലാത്തവൻ ഒന്നുകിൽ ദൈവമായിരിക്കാം അല്ലെങ്കിൽ മൃഗമായിരിക്കാം എന്നാണ് ആര് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അപ്പൊ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ? പീപ്പിൾ ലിവിങ് ടുഗദർ ആൻഡ് കോഓപ്പറേറ്റിംഗ് വിത്ത് വൺ അനദർ. പീപ്പിൾ ലിവിങ് സൊസൈറ്റി. ആളുകൾ താമസിക്കുന്നത് സമൂഹത്തിലാണ്. സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. പീപ്പിൾ ആർ ഡിഫറൻറ്റ്. ദേ ആർ ഡിഫറൻറ്റ്. അവർ വ്യത്യസ്തരാണ്. അവർ ടേസ്റ്റ് ഈസ് ഡിഫറൻറ്റ്, ഇൻട്രസ്റ്റ് ഈസ് ഡിഫറൻറ്റ്, ദർ ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫറൻറ്റ്. എല്ലാം വ്യത്യസ്തമാണ്. അവരുടെ ചിന്ത, അഭിരുചി എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ വ്യത്യസ്തമല്ലാത്ത മനുഷ്യൻ വ്യത്യസ്തനാണ് അല്ലേ? അവരുടെ ചിന്താഗതി വ്യത്യസ്തമാണ്, അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ പെരുമാറ്റങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഒരുമിച്ച് ജീവിക്കുമ്പോൾ when they live together in society there may arise quarrel. വഴക്കുണ്ടാവാം. ആളുകൾ പരസ്പരം അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് അല്ലേ? ഒരു ചിന്താഗതിയുള്ളവരല്ല. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അല്ലേ? ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കോറലായി വഴക്കായി മാറുന്നു. അത് അവർ പരസ്പരം അടിയുകയും അല്ലേ? അത് മനുഷ്യൻ്റെ ജീവനെ തന്നെ നാശത്തിന് കാരണമാവുകയും ചെയ്യും. അങ്ങനെ ഒരു ക്രമസമാധാനം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കാൻ സാധ്യമല്ല. മനുഷ്യൻ സമൂഹത്തിൽ ക്രമസമാധാനം ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത്? അവൻ്റെ ബാഹ്യമായ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. Their outward conduct of the members of the community must be regulated by certain rules of behavior. Such rules of behavior may be called laws. What do you mean by law? Law എന്ന് പറഞ്ഞാൽ rules of behavior. പെരുമാറ്റച്ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. പെരുമാറ്റച്ചട്ടങ്ങളെയാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. റൂൾസ് ഓഫ് ബിഹേവിയർ മേ ബി കാൾഡ് ലാസ്. വാട്ട് ഈസ് സൊസൈറ്റി? പീപ്പിൾ ലിവിങ് ടുഗദർ ആൻഡ് കോഓപ്പറേറ്റിംഗ് വിത്ത് one another. സൊസൈറ്റി എന്ന് പറയുന്നത് പീപ്പിൾ ലിവിങ് ടുഗദർ ആൻഡ് കോഓപ്പറേറ്റിംഗ് വിത്ത് വൺ അനദർ. പരസ്പരം സഹകരിച്ച് ഒരുമിച്ച് കഴിയുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. വടിയുമ്പയില്ല എന്ന് പറഞ്ഞാൽ റൂൾസ് ഓഫ് ബിഹേവിയർ മേ ബി കാൾഡ് ലാസ്. പെരുമാറ്റ ചട്ടങ്ങളെയാണ് നിയമങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിയമങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ നിയമം പ്രയോഗിക്കാനും നടപ്പിലാക്കാനും ഒരു ഏജന്റ് വേണം. അപ്പോൾ സച്ച് ആൻ ഏജന്റ് മേ ബി കാൾഡ് എ ഗവൺമെന്റ്. What do you mean government? Government, a body which makes and enforce law.
A body which makes and enforce law. That's called a government. Government is a body which has the power to make and enforce law. So what is state? Society, then law, government, then what is state? State is a people organized under a government to make and enforce law. നിയമം ഉണ്ടാക്കാനും നടപ്പിലാക്കാനും അല്ലെ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ സംഘടിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് നമ്മൾ രാഷ്ട്രമെന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഈസ് എ പീപ്പിൾ ഓർഗനൈസ്ഡ് അണ്ടർ എ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ കീഴിൽ സംഘടിച്ചിരിക്കുന്ന ജനത അല്ലെ ഓർഗനൈസ്ഡ് ഫോർ ലോ വിത്തിൻ എ ഡെഫിനിറ്റ് ടെറിട്ടറി. ഒരു നിർദ്ദിഷ്ട ഭൂവിഭാഗത്തിൽ നിയമത്തിന് വേണ്ടി സംഘടിച്ചിരിക്കുന്ന ജനതയാണ് രാഷ്ട്രം. ആ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രം. വാട്ട് ഈസ് പൊളിറ്റിക്സ് എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ഗവൺമെന്റ്. സ്റ്റേറ്റിനെയും ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. അതായത് രാഷ്ട്രതന്ത്രം എന്നതിനെക്കുറിച്ചുള്ളൊരു മീനിങ്ങാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞാൽ? പിന്നെ രാഷ്ട്രതന്ത്രമെന്നും രാഷ്ട്രീയം എന്നൊക്കെ പറയും. പൊളിറ്റിക്സ് ക്യാൻ ബി കാൾഡ് ആസ് പൊളിറ്റിക്സ് ആർ പൊളിറ്റിക്കൽ സയൻസ്. വാട്ട് ഈസ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ചോദിച്ചാൽ സിംപ്ലി വി ക്യാൻ സേ പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്. വളരെ ലളിതമായി നമുക്ക് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രം എന്ന് പറയാം. രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനമാണ്. രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിലൊരു ഗവൺമെന്റ് ഉണ്ടായിരിക്കണം. രാഷ്ട്രം ഗവൺമെന്റ് ഇല്ലെങ്കിൽ രാഷ്ട്രമില്ല. രാഷ്ട്രത്തെയും ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. ഈ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ഡിറൈവ് ചെയ്തത് പോളിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ദ വേർഡ് പൊളിറ്റിക്സ് വാസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് പോളിസ്. പോളിസ് എന്ന് പറഞ്ഞാൽ നഗരരാഷ്ട്രം എന്നാണ് അർത്ഥം. നഗരരാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനം അതാണ് പൊളിറ്റിക്സ് നൽകുന്നത്. പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സിറ്റി സ്റ്റേറ്റ് എന്നാണ്. സിറ്റി സ്റ്റേറ്റിനെ കുറിച്ചുള്ള പഠനത്തെയാണ് രാഷ്ട്രതന്ത്രം എന്ന് ഗ്രീക്ക് ചിന്തകന്മാർ പറഞ്ഞത്. പൊളിറ്റിക്സ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ചിന്തകൻ ആരായിരുന്നു? ഗ്രീക്ക് പൊളിറ്റിക്കൽ ഫിലോസഫറായ അരിസ്റ്റോട്ടിലാണ്. ഇറ്റ് വാസ് അരിസ്റ്റോട്ടിൽ ഹു ഫസ്റ്റ് ഇൻട്രഡ്യൂസ്ഡ് ദ ടേം പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന പദം ആദ്യമായി ഇൻട്രഡ്യൂസ് ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. ഹി വാസ് എ ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഫിലോസഫർ. ഗ്രീക്ക് പൊളിറ്റിക്കൽ ഫിലോസഫറായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹം എഴുതിയ മഹത്തായ ഒരു ഗ്രന്ഥമാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വാസ് എ ബുക്ക് റിട്ടൺ ബൈ അരിസ്റ്റോട്ടിൽ. That book dealt with state and government. സ്റ്റേറ്റിനെയും ഗവൺമെന്റിനെയും കുറിച്ച് പ്രതിപാദിച്ച ഒരു പുസ്തകമാണ് പൊളിറ്റിക്സ് എന്ന പുസ്തകം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അരിസ്റ്റോട്ടിൽ ഈസ് കാൾഡ് ആസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അരിസ്റ്റോട്ടിലെ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. വൈ ഹി ഈസ് കാൾഡ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഫാദർ എന്ന് വിളിക്കുന്നത്? ഇറ്റ് വാസ് ഹി ഹു ഫസ്റ്റ് ഇൻട്രഡ്യൂസ്ഡ് ദ ടേം പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിലാണ് അല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. പൊളിറ്റിക്സ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തത് പോളിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. പോളിസ് എന്ന വാക്കിന്റെ അർത്ഥം നഗരരാഷ്ട്രം, സിറ്റി സ്റ്റേറ്റ് എന്നാണ്. അർത്ഥത്തിൽ നഗരരാഷ്ട്രത്തെ സംബന്ധിക്കുന്ന പഠനമായിരുന്നു പൊളിറ്റിക്സ്. ഗ്രീക്സിൽ ഒരുപാട് നഗരരാഷ്ട്രങ്ങളായിരുന്നു. രാഷ്ട്രങ്ങളായിരുന്നില്ല, നഗരരാഷ്ട്രങ്ങളായിരുന്നു. വലുതും ചെറുതുമായ വേറെ ലാർജ് നമ്പർ ഓഫ് സിറ്റി സ്റ്റേറ്റ് ഇൻ ഏൻഷ്യന്റ് ഗ്രീസ്. ഏൻഷ്യന്റ് ഗ്രീസിൽ ഒരുപാട് നഗരരാഷ്ട്രങ്ങളുണ്ടായിരുന്നു. ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ്, സാമോസ്, മൈലിറ്റസ് എന്നിങ്ങനെ നിരവധി നഗരരാഷ്ട്രങ്ങളുടെ ഒരു നാടായിരുന്നു ഗ്രീസ്. അപ്പോൾ ആ ഓരോ നഗരരാഷ്ട്രങ്ങളെയും കുറിക്കുന്ന പഠനമായിട്ടാണ് അന്ന് പൊളിറ്റിക്സിനെ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് നഗരരാഷ്ട്രത്തെ കുറിക്കുന്ന പഠനമല്ല, രാഷ്ട്രത്തെ കുറിക്കുന്ന പഠനമാണ് ഇന്ന് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. നിരവധി രാഷ്ട്രങ്ങൾ ലോകത്തുണ്ട്. 200 പരം വലുതും ചെറുതുമായ രാഷ്ട്രങ്ങളുണ്ട്. ഈ രാഷ്ട്രത്തെയും ആ രാഷ്ട്രം ഭരിക്കുന്ന ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. അതാണ് പൊളിറ്റിക്സ്. അപ്പോൾ മനുഷ്യൻ
സാമൂഹ്യ ജീവിയാണ്. അരിസ്റ്റോട്ടിൽ എൻ്റെ ഗ്രന്ഥമായ പൊളിറ്റിക്സിൽ പറഞ്ഞത് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നാണ്. സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ എന്നാണ്. സമൂഹം ആവശ്യമില്ലാത്തവൻ ഒന്നുകിൽ ദൈവമായിരിക്കും അല്ലെങ്കിൽ മൃഗമായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിനും സമൂഹം ആവശ്യമില്ല, മൃഗങ്ങൾക്കും സമൂഹം ആവശ്യമില്ല. സാമൂഹ്യ ജീവിയല്ല. പരസ്പരം ആശ്രയിച്ചും സഹകരിച്ചും കഴിയുന്നവരല്ല മൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ. അതുപോലെ ദൈവത്തിനും അല്ലെ മറ്റാരുടെയും സഹായമോ സഹകരണമോ ആവശ്യം ഇല്ല. അപ്പം മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റ് എല്ലാവരുമായും സഹകരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. മനുഷ്യൻ സഹകരണ ജീവിയാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ സാമൂഹ്യ ജീവി എന്ന് പറയുന്നത്. സമൂഹം എന്നാൽ എന്താണ് അർത്ഥം? വാട്ട് ഈസ് സൊസൈറ്റി? പീപ്പിൾ ലിവിങ് ടുഗദർ ആൻഡ് കോ ഓപ്പറേറ്റിംഗ് വിത്ത് വൺ അനദർ. പരസ്പരം സഹകരിച്ച് ഒരുമിച്ച് കഴിയുന്നവരാണ് സമൂഹം. അപ്പോൾ സമൂഹത്തിലെ ജനങ്ങൾ സാമൂഹ്യ ജീവികളാണ്. സാമൂഹ്യ ജീവികളായ മനുഷ്യർ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം മൻ ഈസ് ഡിഫറൻറ്റ്, അവൻ വ്യത്യസ്തനാണ്. ഈസ് കോറൽസം ഇൻ നാച്ചർ. മനുഷ്യൻ വഴക്കാടിയാണ്, പരസ്പരം വഴക്കടിക്കുന്ന സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് സ്വഭാവം വ്യത്യസ്തമാണ്, എന്തെങ്കിലും സ്വഭാവം ഒന്നല്ല. അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സൊസൈറ്റി, സമൂഹത്തിൽ എന്തുണ്ടാകും? വഴക്ക് ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ റൈസ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്കുകളായി മാറുന്നു, കൂറലായി മാറുന്നു. കൂറവസാനം അടിപിടിയിലേക്കും അക്രമത്തിലേക്കും വഴിതെളിക്കും. അപ്പോൾ മനുഷ്യന് സ്വൈര്യമായി സമൂഹത്തിൽ ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ സ്വൈര്യജീവിതം സാധ്യമാകാൻ there should be a control വേണം. there should be an agency to control the people. ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരു ഏജൻസി ആവശ്യമാണ്. മനുഷ്യനെ നിയന്ത്രിക്കാൻ ഒരു ഏജൻസി ആവശ്യമാണ്. സച്ച് ആൻ ഏജൻസി may be called a ഗവൺമെൻറ്. അത്തരം ഏജൻസിയാണ് നമ്മൾ ഗവൺമെൻറ് എന്നാണ്. ഗവൺമെൻറ്റാണ് മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത്. നിയമം ഉണ്ടാക്കും, നിയമം ഉണ്ടാക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഏജന്റിനെയാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് വേണം. മനുഷ്യനെ സ്വൈരജീവിതം നയിക്കണമെങ്കിൽ there should be a ഗവൺമെൻറ് അല്ലേ. മാത്രമല്ല നിയമങ്ങൾ വേണം. there should be laws. എന്തിനാണ് ലാസ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയാണ്? in order to control the behavior of people. ജനങ്ങളുടെ പെരുമാറ്റത്തെ കൺട്രോൾ ചെയ്യാൻ. അതിനാണ് നിയമങ്ങൾ. റൂൾസ് ഓഫ് ബിഹേവിയർ, പെരുമാറ്റ ചട്ടങ്ങൾ. മനുഷ്യനെങ്ങനെ പെരുമാറണം അല്ലെ, അതിനനുബന്ധമായ ചട്ടങ്ങളെയാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ നിയമങ്ങൾ ഉണ്ടാക്കണം, നടപ്പിലാക്കണം. അതിനുള്ള ഏജന്റാണ് ഗവൺമെന്റ്. ഗവൺമെന്റ് ഈസ് എൻ ഏജന്റ് വിച്ച് ഹാസ് ദ പവർ ടു മേക്ക് ആൻഡ് എൻഫോഴ്സ് ദ ലാസ്. നിയമങ്ങൾ ഉണ്ടാക്കാനും നടപ്പിലാക്കാനും അധികാരമുള്ള ഏജൻസിയാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആ ഗവൺമെന്റിന്റെ കീഴിൽ സംഘടിച്ചിരിക്കുന്ന ജനങ്ങൾ, കൂടുതലാകാം കുറച്ചാകാം അല്ലേ, അത്തരം ജനങ്ങളെയാണ് നമ്മൾ രാഷ്ട്രം എന്ന് പറയുന്നത്. രാഷ്ട്രം ജനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കീഴിൽ സംഘടിച്ചിരിക്കുന്ന ജനത, അതാണ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഈസ് എ പീപ്പിൾ ഓർഗനൈസ്ഡ് അണ്ടർ എ ഗവൺമെന്റ്. ഇങ്ങനെ പറയാം, സ്റ്റേറ്റ് ഈസ് എ പീപ്പിൾ ഓർഗനൈസ്ഡ് ഫോർ ലോ അണ്ടർ എ ഗവൺമെന്റ്. ഒരു ഗവൺമെന്റിന്റെ കീഴിൽ നിയമത്തിന് വേണ്ടി സംഘടിച്ചിരിക്കുന്ന ജനതയാണ് രാഷ്ട്രം. ആ രാഷ്ട്രത്തെ പറ്റിയും ആ രാഷ്ട്രം ഭരിക്കുന്ന ഗവൺമെന്റിനെ പറ്റിയുള്ള പഠനത്തെയാണ് നമ്മൾ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത്. രാഷ്ട്രതന്ത്രം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ് അല്ലേ, അതാണ് രാഷ്ട്രീയം. ഇനി നമുക്ക് രാഷ്ട്രതന്ത്രം എന്താണെന്ന് പറഞ്ഞു, സ്റ്റേറ്റ് എന്താണ്, ഗവൺമെന്റ് എന്താണ്, സൊസൈറ്റി എന്താണ് എന്നൊക്കെ പറഞ്ഞു. ആരാണ് രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവ്? ഈസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. Aristotle is called the father of political science. Why? It was he who first introduced the term politics. Politics എന്ന term ആദ്യമായി ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിലാണ്. As the title of his famous work, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിന്റെ ടൈറ്റിലായിട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നത്. And that is why he is called the father of political science. അതുകൊണ്ട് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഇനി നമുക്ക് അതിന്റെ എന്താണ് പൊളിറ്റിക്കൽ സയൻസിനെ നിർവചനം, പൊളിറ്റിക്കൽ സയൻസിന്റെ നിർവചനമാണ്. രാഷ്ട്രതന്ത്രത്തെ കുറിച്ച് പ്രധാനമായ മീനിങ് എന്താണെന്ന് പറഞ്ഞു, ഏത് വാക്കിൽ നിന്ന് പൊളിറ്റിക്സ് ഉണ്ടായി,
പോളിസ് എന്ന വാക്കിൽ നിന്ന് പൊളിറ്റിക്സ് ഉണ്ടായി. പൊളിറ്റിക്സ് എന്നാൽ എന്ത്? പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിനെ കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രം. ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്, നിരവധി രാഷ്ട്രങ്ങൾ ലോകത്തുണ്ട്. ഈ രാഷ്ട്രത്തെ പറ്റി പൊതുവായി പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന വാക്ക് ഏത് വാക്കിൽ നിന്നുണ്ടായി? പൊളിറ്റിക്സ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തത് പോളിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ആ പോളിസ് എന്ന വാക്കിൻ്റെ അർത്ഥം സിറ്റി സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ നിർവചനം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സിറ്റി സ്റ്റേറ്റ് എന്നാണ്. ഈ സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത് പണ്ട് ഗ്രീസിൽ ഉണ്ടായിരുന്ന നഗരരാഷ്ട്രങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് നഗരരാഷ്ട്രങ്ങളെ കുറിക്കുന്ന പഠനമല്ല. നഗരരാഷ്ട്രവും രാഷ്ട്രവുമായി വളരെ വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഇന്ന് രാഷ്ട്രത്തെ കുറിക്കുന്ന പഠനത്തെയാണ് രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രാഷ്ട്രതന്ത്രത്തിൻ്റെ നിർവചനങ്ങളെ കുറിച്ച് പറയാം. Definitions of political science. Definitions. നിർവചനങ്ങളെ കുറിച്ചാണ്. പൊളിറ്റിക്കൽ സയൻസിന് നിരവധി നിർവചനങ്ങളുണ്ട്. പല ചിന്തകന്മാർ നൽകുന്ന നിർവചനങ്ങളാണ്. ഈ നിർവചനങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡെഫിനിഷൻസ് നമുക്ക് രണ്ടായി തിരിക്കാം. The definitions of political science can be divided into two, namely traditional definition and a modern definition. Traditional and a modern definition. So definitions of political science can be divided into two, namely traditional definition and modern definition. പരമ്പരാഗത നിർവചനങ്ങളെന്നും ആധുനിക നിർവചനങ്ങൾക്ക് പരമ്പരാഗത നിർവചനങ്ങൾ, ആധുനിക രണ്ട് തരത്തിൽ. പരമ്പരാഗത നിർവചനങ്ങൾ ആദ്യം നമ്മൾ പറയുന്നു. ഈ പരമ്പരാഗത നിർവചനങ്ങളിൽ പറയുന്നത് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. സ്റ്റേറ്റിനെയും ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. രാഷ്ട്രത്തെയും ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം എന്ന രീതിയിലാണ് ഈ പരമ്പരാഗത നിർവചനങ്ങൾ. എന്നാൽ ആധുനിക നിർവചനങ്ങൾ പറയുന്നത് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് പവർ. അധികാരത്തെ കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. അധികാരത്തെ കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. ഇതാണ് ആധുനിക നിർവചനം. ഒരുപാട് ചിന്തകന്മാരുണ്ട്. ഇതിൽ ആദ്യം ഗിൽക്രിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ. ഗിൽക്രിസ്റ്റ് പരമ്പരാഗത നിർവചനങ്ങളെ കുറിച്ച് പറഞ്ഞ പല എഴുത്തുകാരാണ്, ചിന്തകന്മാരാണ്. ഒന്ന് ഗിൽക്രിസ്റ്റ്, സ്റ്റീഫൻ, പോൾ ജാനറ്റ്, ലീകോക്ക്, ഗാർണർ, സീലി, ലോർഡ് ആക്ടൺ, ഗിൽക്രിസ്റ്റ്, പോൾ ജാനറ്റ്, സ്റ്റീഫൻ ലീകോക്ക്, ഗാർണർ, പ്രൊഫസർ ഗാർണർ, സീലി, ലോർഡ് ആക്ടൺ, ഇവരൊക്കെ ട്രഡീഷണൽ ഡെഫിനിഷനെ കുറിച്ച് പറഞ്ഞതാണ്. ഗിൽക്രിസ്റ്റ് പറഞ്ഞത് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് ആണ്. പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. സ്റ്റേറ്റിനെയും ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. രാഷ്ട്രത്തെയും ഭരണകൂടത്തെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് രാഷ്ട്രത്തിനും ഗവൺമെന്റിനും, രാഷ്ട്രത്തെയും ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ്
രാഷ്ട്രതന്ത്രം എന്നാണ് ഗിൽക്രിസ്റ്റ് നൽകുന്നത്. അക്കോർഡിംഗ് ടു ഗിൽക്രിസ്റ്റ്, പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. സ്റ്റേറ്റിനെയും ഗവൺമെന്റിനും, അപ്പൊ സ്റ്റേറ്റിനും ഗവൺമെന്റിനുമാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. പാർട്ടിയായിട്ട് പറഞ്ഞത് പൊളിറ്റിക്സ് ട്രീറ്റ്സ് ആർ ദ ഫൗണ്ടേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ് ആണ്. ഫൗണ്ടേഷൻ ഓഫ് സ്റ്റേറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ്. രാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തെയും ഗവൺമെന്റിന്റെ തത്വങ്ങളെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം എന്ന് പാഠ്യാന്തി പറയുന്നത്. രാഷ്ട്രത്തിനും ഗവൺമെന്റിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിർവചനമായിരുന്നു പാഠ്യാന്തി നൽകിയത്. പൊളിറ്റിക്സ് ട്രീറ്റ്സ് ഓഫ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ്. രാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തെയും ഗവൺമെന്റിന്റെ തത്വങ്ങളെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. പാഠ്യാന്തി നൽകിയ നിർവചനമാണ്. ലീകോക്ക്, സ്റ്റീഫൻ ലീകോക്ക് ഗവൺമെന്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിർവചനം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഗവൺമെന്റ് ഒൺലി. പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഗവൺമെന്റ് ഓൺലി. ഗവൺമെന്റിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്രം. പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഗവൺമെന്റ് ഓൺലി. ഗവൺമെന്റിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്രം. ഇതാണ് അദ്ദേഹം ലീകോക്ക് പറയുന്നത്. ഇനി പ്രൊഫസർ ഗാർണർ പറഞ്ഞത് പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് with the state. Politics begins and ends with the state. പൊളിറ്റിക്കൽ സയൻസ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും രാഷ്ട്രത്തോടു കൂടിയാണ്. പൊളിറ്റിക്കൽ സയൻസ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും രാഷ്ട്രത്തോടു കൂടിയാണ്. ഇതാണ് ഗാർണർ പറഞ്ഞ നിർവചനം. അപ്പൊ രാഷ്ട്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിർവചനമായിരുന്നു പ്രൊഫസർ ഗാർണർ പറഞ്ഞത്. എന്നാൽ ലീകോക്ക് ഗവൺമെന്റിനാണ് പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഗവൺമെന്റ് ഒൺലി. ഗവൺമെന്റിനെ കുറിച്ച് മാത്രം. പോളിറ്റി പറഞ്ഞത് ഫൗണ്ടേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ്. സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തെയും ഗവൺമെന്റിന്റെ തത്വങ്ങളെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. ഗിൽക്രിസ്റ്റ് പറഞ്ഞത് സ്റ്റേറ്റിനെയും ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ് എന്ന്. ഓരോ ഇനി അടുത്തത് സീലി പറഞ്ഞത് കുറച്ചുകൂടെ ദൈർഘ്യമേറിയ നിർവചനമാണ് സീലി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്സ് ഇൻവെസ്റ്റിഗേറ്റ്സ് the phenomena of government. As political economy deals with wealth, biology with life, algebra with numbers, and geometry with space and magnitude. Politics എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ്സ് ദ ഫിനോമിന ഓഫ് ഗവൺമെന്റ്. പൊളിറ്റിക്സ് വിശദാന്വേഷണം നടത്തുന്നത് ഗവൺമെന്റ് എന്ന പ്രതിഭാസത്തെയാണ്. ഗവൺമെന്റ് എന്ന പ്രതിഭാസത്തെ വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ്. അത് ഗവൺമെന്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിർവചനമാണ് അദ്ദേഹം നൽകിയത്. പൊളിറ്റിക്സ് ഇൻവെസ്റ്റിഗേറ്റ്സ് ദ ഫിനോമിന ഓഫ് ഗവൺമെന്റ് ആസ് പൊളിറ്റിക്കൽ എക്കോണമി. ഈ പൊളിറ്റിക്കൽ എക്കോണമിയുടെ എക്കണോമിക്സാണ് പൊളിറ്റിക്കൽ എക്കോണമിയാണ്. പൊളിറ്റിക്കൽ ഇക്കോണമി അല്ലേ,
ഡീൽസ് വിത്ത് വെൽത്ത്, സമ്പത്തിനെ കുറിച്ച് പറയുന്നു. ഓരോ മറ്റു വിഷയങ്ങളുമായി കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു നിർവചനമാണ് പ്രൊഫസർ സീലി പൊളിറ്റിക്സിന് നൽകിയത്. പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രം സമ്പത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ ബയോളജി വിത്ത് ലൈഫ്, ബയോളജി ജീവശാസ്ത്രം, ജീവശാസ്ത്രം ജീവന് പ്രാധാന്യം കൊടുക്കുന്നു, ജീവനെ പറ്റി പഠിപ്പിക്കുന്നു. ആൾജീബ്ര ഗണിതശാസ്ത്രം, ബീജഗണിതം, നമ്പേഴ്സിനെ പറ്റി, എണ്ണത്തെ സംഖ്യകളെ കുറിച്ച് പറയുന്നു. ജോമെട്രി എന്നതിനെ കുറിച്ച് പറയുന്നു. സ്പേസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വ്യാപ്തിയും വലിപ്പത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് പോലെ ഗവൺമെന്റ് എന്ന പ്രതിഭാസത്തെ വിശകലനം ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്രം എന്നാണ് സീലി പറഞ്ഞത്. അപ്പം അതേ മറ്റ് വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം, മറ്റു വിഷയങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു നിർവചനം രാഷ്ട്രതന്ത്രത്തിന് നൽകിയ ഒരു ചിന്തകനായിരുന്നു പ്രൊഫസർ സീലി. അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്സ് ഇൻവെസ്റ്റിഗേറ്റ്സ് ദ ഫിനോമിന ഓഫ് ഗവൺമെന്റ് ആസ് പൊളിറ്റിക്കൽ എക്കോണമി ഡീൽസ് വിത്ത് വെൽത്ത്, ബയോളജി വിത്ത് ലൈഫ്, ആൾജീബ്ര വിത്ത് നമ്പേഴ്സ്, ജോമെട്രി വിത്ത് സ്പേസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ്. പൊളിറ്റിക്കൽ എക്കോണമി രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ, സമ്പത്തിനെ കുറിച്ചും, ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം ജീവനെ പറ്റിയും, ആൾജീബ്ര അല്ലെങ്കിൽ ബീജഗണിതം സംഖ്യകളെ പറ്റിയും, ജോമെട്രി അല്ലെങ്കിൽ ജാമിതി ശാസ്ത്രം സ്പേസിനെയും മാഗ്നിറ്റ്യൂഡിനെയും ഇടത്തെയും വലിപ്പത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് പോലെ ഗവൺമെന്റ് എന്ന പ്രതിഭാസത്തെ വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്രം. ഇതായിരുന്നു സിവിയുടെ നിർവചനം. ഈ പരമ്പരാഗത നിർവചനങ്ങളാണ്. ഏതൊക്കെയാണ് ഗിൽക്രിസ്റ്റ്? പരമ്പരാഗത നിർവചനങ്ങളെ കുറിച്ച് പറഞ്ഞ ചിന്തകന്മാർ ആരൊക്കെയായിരുന്നു? ഗിൽക്രിസ്റ്റ്, അതുപോലെ പോൾ ജാനറ്റ്, സ്റ്റീഫൻ ലീകോക്ക്, പ്രൊഫസർ ഗാർണർ, സീൽ. ഗിൽക്രിസ്റ്റ് പറഞ്ഞത് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, സ്റ്റേറ്റിനെയും ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ്. രാഷ്ട്രം, ഗവൺമെന്റ്, ഇതിനെപ്പറ്റി പറയുന്ന ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. പോൾ ജാനറ്റ് പറഞ്ഞത് ടീൽസ് ആർ ദ ഫൗണ്ടേഷൻ ആഫ് സ്റ്റേറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ ഗവൺമെന്റ്, രാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തെയും ഗവൺമെന്റിന്റെ തത്വത്തെയും ഗവൺമെന്റിന്റെ തത്വശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്രം. സ്റ്റീഫൻ ലീകോക്ക് പ്രാധാന്യം കൊടുത്ത ഗവൺമെന്റിനാണ്. അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഗവൺമെന്റ് ഓൺലി, ഗവൺമെന്റിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്രം. ഗാർണറാണെങ്കിലും രാഷ്ട്രത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദ സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ സയൻസ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും രാഷ്ട്രത്തോടുകൂടിയാണ്. രാഷ്ട്രത്തിന് പ്രാധാന്യം. ലീകോക്ക് ഗവൺമെന്റിന് പ്രാധാന്യം കൊടുത്തു. ഗിൽക്രിസ്റ്റ് ആകട്ടെ സ്റ്റേറ്റിനും ഗവൺമെന്റിനും പ്രാധാന്യം കൊടുത്തു. പോൾ ജാനറ്റ് സ്റ്റേറ്റിനും ഗവൺമെന്റിനും പ്രാധാന്യം കൊടുത്തു. ഗവൺമെന്റിനെയും രാഷ്ട്രത്തിനും പ്രാധാന്യം കൊടുത്തുള്ള നിർവചനമാണ് പോൾ ജാനറ്റും ഗിൽക്രിസ്റ്റും നൽകിയത്. എന്നാൽ സീലി പറഞ്ഞത് ഗവൺമെന്റ് എന്ന പ്രതിഭാസത്തെ വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്രം. ഏതുപോലെയാണ് പൊളിറ്റിക്കൽ എക്കോണമി വ്യക്തിനടിയിൽ അല്ലെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ. എക്കണോമിക്സിനാണ് രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എക്കോണമി ഡീൽസ് വിത്ത് വെൽത്ത്, രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ സമ്പത്തിനെ പറ്റി പ്രതിപാദിക്കുന്നു. ബയോളജി ആകട്ടെ ലൈഫിനെ കുറിച്ച്, ബയോളജി ജീവശാസ്ത്രം ജീവനെ പറ്റി പറയുന്നു. ആൾജീബ്ര ബീജഗണിതം സംഖ്യകളെ കുറിച്ച്, അതുപോലെ ജോമെട്രി അല്ലെങ്കിൽ ജാമിതി ഇടത്തെയും വലിപ്പത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് പോലെ തന്നെ ഗവൺമെന്റ് എന്ന പ്രതിഭാസത്തെ വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. ഇതൊക്കെ പരമ്പരാഗത നിർവചനങ്ങൾ. ഈ പരമ്പരാഗത നിർവചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ നിർവചനങ്ങളെല്ലാം രാഷ്ട്രവും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രത്തെയും ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. രാഷ്ട്രത്തെയും ഗവൺമെന്റിനെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രതന്ത്രം. അപ്പോൾ ഈ ട്രഡീഷണൽ ഡെഫിനിഷൻസ് എല്ലാം ഊന്നൽ കൊടുക്കുന്നത് രാഷ്ട്രത്തിനും ഗവൺമെന്റിനുമാണ്.
ഇതാണ് പരമ്പരാഗത നിർവചനം. ഇനി ഏതാനും മോഡേൺ ഡെഫിനിഷൻസും കൂടെ നോക്കാം. മോഡേൺ ഡെഫിനിഷൻ. മോഡേൺ ഡെഫിനിഷൻസിൽ മോഡേൺ ഡെഫിനിഷൻസിനെ കുറിച്ച് പറയുന്നത് ഒന്ന് കപ്ലാൻ, എഡ്വാർഡ് ബാൻഫീൽഡ്, another man Robert L. Coder, then another Harold Laswell, David Easter, Kaplan, Edward Banfield, Robert L. Coder, then Harold Laswell, David Easter. ഇവരാണ് മോഡേൺ ഡെഫിനിഷൻസിൻ്റെ. കപ്ലാൻ പറഞ്ഞത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആധുനിക നിർവചനങ്ങൾ അധികാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പവർ. പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് പവർ. അതാണ് മോഡേൺ ഡെഫിനിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ കപ്ലാൻ പറയുന്നത് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് Politics is the study of shaping and sharing. Shaping and sharing of power. Shaping and sharing of power. അധികാരത്തെ രൂപപ്പെടുത്താനും പങ്കുവയ്ക്കുവാനുമുള്ള ഒരു പഠനമാണ് അല്ലെങ്കിൽ പ്രവർത്തനമാണ് രാഷ്ട്രീയം. പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ. അധികാരത്തെ രൂപപ്പെടുത്താനും പങ്കുവയ്ക്കാനുമുള്ള ഒരു പഠനമാണ് രാഷ്ട്രീയം. ഈ മോഡേൺ ഡെഫിനിഷൻ എന്നാൽ പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ. എഡ്വാർഡ് ബാൻഫീൽഡ് പറഞ്ഞത് പൊളിറ്റിക്സ് ഈസ് ആൻ ആക്ടിവിറ്റി by which an issue is agitated or settled. പൊളിറ്റിക്സ് ഒരു ആക്ടിവിറ്റിയാണ്. an activity by which an issue is agitated an activity by which an issue is agitated or settled. ഒരു പ്രശ്നത്തെ ഉണ്ടാക്കുവാൻ, ഇളക്കിവിടാനും അത് പരിഹരിക്കുവാനുമുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയം. പൊളിറ്റിക്സ് ഈസ് an activity by which an issue is agitated or settled. ഒരു പ്രശ്നത്തെ ഊതി വീർപ്പിക്കുവാനും നിർദ്ധാരണം ചെയ്യാനുമുള്ള പ്രവർത്തനം എന്ന് പറയും. പൊളിറ്റിക്സ് ഒരു ആക്ടിവിറ്റിയാണ്. ഒരു പ്രശ്നത്തെ ഇളക്കിവിടാനും അത് പരിഹരിക്കാനും. ഇഷ്യൂ ഈസ് അജിറ്റേറ്റഡ്, അത് ഊതിവീർപ്പിക്കാനും അത് നിർദ്ധാരണം ചെയ്യാനുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയം എന്നാണ് എഡ്വാർഡ് ബാൻഫീൽഡ് പറഞ്ഞത്. റോബർട്ട് എൽ കോഡ് പറഞ്ഞത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് competing for governmental power. Politics involves a group of people with conflicting interests with competing for governmental power. അധികാരത്തിനു വേണ്ടി മത്സരിക്കുന്ന വഴക്കാളികളായ ഒരു കൂട്ടം ആളുകളാണ് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നത്. അധികാരത്തിനു വേണ്ടി മത്സരിക്കുന്ന വഴക്കാളികളായ ഒരു കൂട്ടമാണ്, അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്ന വഴക്കാളികളായ ഒരു കൂട്ടം ആളുകളാണ് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നത് എന്നാണ് റോബർട്ട് എൽ കോഡ് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നത്. പൊളിറ്റിക്സ് ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് competing for governmental power.
അടുത്ത ഹറോൾഡ് ലാസ്വെൽ പറഞ്ഞത്, ഹറോൾഡ് ലാസ്വെലിന്റെ അഭിപ്രായം പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് ദ ഇൻഫ്ലുവൻഷ്യൽ എന്നാണ്. പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ. സ്വാധീനത്തിൻ്റെയും സ്വാധീനിക്കാൻ കഴിയുന്നവരെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രീയം. പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് ദ ഇൻഫ്ലുവൻഷ്യൽ അല്ലെ. ഇൻഫ്ലുവൻസ് സ്വാധീനത്തിൻ്റെയും സ്വാധീനിക്കാൻ പോകുന്നവരെയും കുറിക്കുന്ന പഠനമാണ് രാഷ്ട്രീയം. ഇതാണ് ഹറോൾഡ് ലാസ്വെൽ പറഞ്ഞത്. ഇനി അടുത്താണ് ഡേവിഡ് ഈസ്റ്റൺ. അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്സ് ഈസ് സ്റ്റഡി അല്ലെ അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് പവർ. അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് പവർ. അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് പവർ. അധികാരത്തിൻ്റെ ആധികാരികമായ വ്യവച്ഛേദനമാണ് രാഷ്ട്രീയം. അധികാരത്തിൻ്റെ ആധികാരികമായ സംയോജനമാണ് രാഷ്ട്രീയം എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറഞ്ഞത്. ഇതെല്ലാം അധികാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആധുനിക നിർവചനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം തന്നെ അധികാരമാണ്. അധികാരത്തെ ചുറ്റിപ്പറ്റിയുള്ള നിർവചനങ്ങളാണ് ഈ ആധുനിക എഴുത്തുകാരെല്ലാം പറയുന്നത്. കപ്ലാൻ, എഡ്വാർഡ് വാൾഫീൽഡ്, റോബർട്ട് എൽ കോൾഡ്, ഹറോൾഡ് ലാസ്വെൽ, ഡേവിഡ് ഈസ്റ്റൺ അല്ലേ, ഇവരാണ് ഈ ആധുനിക നിർവചനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളുകൾ. അപ്പം നിർവചനങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ട്രഡീഷണൽ ആൻഡ് മോഡേൺ.